ഏവർക്കും Xylem PSC വീണ്ടും സ്വാഗതം. നമ്മളിപ്പോൾ ഡിസ്കസ് ചെയ്യാൻ എത്തിയിരിക്കുന്നത് 2024 LDC പരീക്ഷയ്ക്ക് വേണ്ടി നമ്മൾ ആൾറെഡി മറ്റ് സബ്ജക്റ്റുകളുടെ ഡിസ്കഷൻ എല്ലാം നമ്മൾ കഴിഞ്ഞു. ഇനി നമുക്ക് നോക്കാനുള്ളത് പറയുന്നത് ഈ LDC പരീക്ഷയിലെ സയൻസ് സബ്ജക്റ്റുകൾ എങ്ങനെയാണ് നിങ്ങൾ പഠനത്തിലേക്ക് അപ്രോച്ച് ചെയ്യേണ്ടത്. നമുക്ക് ഒപ്പം കൂടെയുള്ളത് ജംഷീന മിസ് ഉണ്ട്, ഒപ്പം വിദ്യാ മിസ്സും ഉണ്ട്. ഫിസിക്സ്, ബയോളജി, കെമിസ്ട്രി 3 വിഷയങ്ങളും വളരെ വിശദമായിട്ട് തന്നെ എങ്ങനെയാണ് നിങ്ങൾ ഏതൊക്കെയാണ് ഉപയോഗിക്കേണ്ടത്, പ്രീവിയസ് ക്വസ്റ്റ്യൻ പേപ്പർ, SCRT ഇങ്ങനെയുള്ള എല്ലാ കാര്യങ്ങളും ഉൾപ്പെടുത്തിക്കൊണ്ട് അവർ നമുക്ക് എന്ത് ചെയ്തു ഈ പറയുന്ന സയൻസിനെ കുറിച്ച് പറഞ്ഞു തരും. സോ ആർട്സ് വിഷയങ്ങളൊക്കെ പഠിച്ചവർക്ക് സയൻസ് എന്ന് പറയുന്നത് എന്നൊരു ബാലികേറ മലയാണ് എന്നൊക്കെ പറയുന്നേക്കാം. എന്നാൽ നമ്മൾ കറക്റ്റായിട്ട് അതിൻ്റെ ഒരു സ്ട്രാറ്റജി അതേ രീതിയിൽ തന്നെ ഏറ്റവും ബേസിക് ആയിട്ടുള്ള ലെവൽ ഫോളോ ചെയ്ത് കഴിഞ്ഞാൽ സയൻസ് അത്ര വലിയ ഒരു പണിയൊന്നും ഇല്ല എന്നാണ് സയൻസിൻ്റെ ടീച്ചേഴ്സ് പറയുന്നത്. അപ്പോൾ നമുക്ക് ആദ്യം വിദ്യാ മിസ്സിനോട് ഫിസിക്സും ബയോളജിയും എങ്ങനെ പ്രിപ്പയർ ചെയ്യണം എന്നതിനെ കുറിച്ചിട്ട് എന്ത് ചെയ്യാം. നമ്മളെ കുട്ടികൾ പല സംശയങ്ങളും ചോദിക്കും. അപ്പോൾ നമുക്കിപ്പോൾ പ്രിലിംസിനാണെങ്കിൽ 20 മാർക്കാണ് സയൻസ് ഉള്ളത്. എന്നാൽ മെയിൻസിന്റെ പരീക്ഷയിലേക്ക് വരുമ്പോൾ 3 കൂടെ 12 മാർക്കേ ഉള്ളൂ. അതായത് മാർക്ക് കുറയുമ്പോൾ പഠിക്കാനുള്ള കാര്യം കുറച്ച് കൂടുന്നുണ്ട്. അപ്പോൾ ഫിസിക്സും ബയോളജി ആദ്യം നമുക്ക് ഫിസിക്സ് നോക്കാം. ഫിസിക്സിൽ എങ്ങനെയൊക്കെയാണ് ഇവർ പഠിക്കേണ്ടത്, എന്തൊക്കെയാണ് ഉപയോഗിക്കേണ്ടത്? ഇപ്പോൾ ഫിസിക്സ് സാറേ, നമുക്ക് ഈ ആർട്സ് ബാക്ക്ഗ്രൗണ്ട് ഉള്ള പിള്ളേർക്ക് ഫിസിക്സ് എന്ന് പറയുമ്പോൾ തന്നെ ആ ഒരു സബ്ജക്റ്റ് കേൾക്കുമ്പോൾ തന്നെ ഭയങ്കര പേടിയാണ്. അതാണ് ഒന്നാമത്തെ വിഷയം. ഈ വിഷയത്തോടുള്ള ഒരു ഇഷ്ടക്കുറവാണ് ഏറ്റവും കൂടുതൽ അവരെ പിന്നോട്ട് വലിക്കുന്ന ഒരു ഘടകം എന്ന് പറയുന്നത്. പക്ഷേ പഠിച്ചു കഴിഞ്ഞാൽ 100% നമുക്ക് ഫുൾ മാർക്ക് സ്കോർ ചെയ്യാൻ പറ്റുന്നൊരു വിഷയമാണ് ഫിസിക്സ് എന്ന് പറയുന്നത്. കാരണം നല്ല ഭംഗിയായിട്ട് ചിട്ടപ്പെടുത്തിയൊരു സിലബസ് നമ്മുടെ മുന്നിലുണ്ട്. ഇപ്പോൾ ഈ ഫിസിക്സിൽ വരുന്ന സമയത്ത് ഗണിത പ്രശ്നങ്ങളൊക്കെ നമുക്ക് സയൻസ് ബാക്ക്ഗ്രൗണ്ടുള്ള ആൾക്കാരെ പോലും പേടിപ്പിക്കുന്ന ഒരു സാധനമാണ് ഈ ഗണിത പ്രശ്നങ്ങൾ എന്ന് പറയുന്നത്. പക്ഷേ ഒരുപാട് കാട് കയറിയുള്ള പ്രോബ്ലംസ് ഒന്നും നമ്മുടെ പരീക്ഷയ്ക്ക് ചോദിക്കാറില്ല. കൃത്യമായിട്ട് ഇപ്പോൾ പ്രകാശം എന്ന് പറയുന്ന ഒരു ഭാഗം നമ്മൾ എടുത്തു കഴിഞ്ഞാൽ R=2F എന്ന് പറയുന്ന ഒരു സിമ്പിൾ സമവാക്യം നമ്മുടെ സിലബസിൽ തന്നെ എടുത്ത് പറയുന്നുണ്ട്. ഇപ്പോൾ കഴിഞ്ഞ് നടന്ന പരീക്ഷകളിലൊക്കെ തന്നെ ഈ ഒരു R=2F എന്ന് പറയുന്ന ആ ഒരു സമവാക്യത്തെ ബേസ് ചെയ്തുകൊണ്ടുള്ള ഒരു പ്രോബ്ലം ഇല്ലാത്തൊരു പരീക്ഷ നമുക്ക് എടുക്കാനില്ല. നമ്മളെ കുട്ടികള് നോർമലി ഇവർ ഈ പ്രോബ്ലം വരുമ്പോൾ സ്കിപ്പ് ചെയ്യുന്ന ഒരു പരിപാടി. അതിന്റെ ആവശ്യം ഒട്ടുമില്ല. കാരണം ഏറ്റവും സിമ്പിൾ ആയിട്ട് നമ്മുടെ സിലബസിൽ എന്താണോ പറഞ്ഞേക്കുന്നത് ആ ഒരു സാധനം മാത്രമേ പരീക്ഷയ്ക്ക് ചോദിക്കുന്നുള്ളൂ. അത് നമ്മളൊന്ന് അതൊന്ന് കണ്ട് ഓക്കെ ഇത്രയേ ഉള്ളൂ എന്ന് നമ്മളെ മനസ്സിലോട്ടൊന്ന് എടുത്തു കഴിഞ്ഞാൽ 100% അതിനകത്ത് നിന്ന് 1 മാർക്ക് പോലും പോവാണ്ട് നമുക്ക് അതിനെ സ്കോർ ചെയ്യാൻ പറ്റും, ഉറപ്പാണ്. നമുക്ക് ഒട്ടും പേടിക്കേണ്ട ആവശ്യമില്ല. നമ്മുടെ 10ാം ക്ലാസ്സിൽ അല്ലെങ്കിൽ 8ാം ക്ലാസ്സും 10ാം ക്ലാസ്സിലുമാണ് പ്രകാശം എന്ന് പറയുന്ന ഒരു ഭാഗം പഠിക്കാൻ വരുന്നത്. 7ാം ക്ലാസ്സിൽ വളരെ കുറച്ച് കാര്യങ്ങളുണ്ട്. ഈ ഒരു പാഠഭാഗത്തുള്ള കാര്യങ്ങൾ മാത്രം പഠിച്ചാൽ തന്നെ 100% അവിടെ നിന്ന് വരുന്ന ചോദ്യങ്ങൾ നമുക്ക് ചെയ്യാൻ പറ്റും. ആ ഒരു പ്രോബ്ലം ബേസ്ഡ് ആയിട്ടുള്ള ക്വസ്റ്റ്യൻസ്. പിന്നെ അടുത്ത ചോദ്യം എന്ന് പറയുന്നത് SCRT മാത്രം പഠിച്ചാൽ മതിയോ എന്നുള്ള. SCRT മാത്രം പഠിച്ചാൽ പോരാ. പക്ഷേ നമ്മുടെ സിലബസിൽ ഇപ്പോൾ ഈ സിലബസ് നമ്മുടെ മെയിൻസിൻ്റെ ഫിസിക്സിൻ്റെ സിലബസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു 8 മോഡ്യൂൾസ് ആയിട്ട് തിരിച്ചിട്ടുണ്ട്. ഇതിനകത്ത് ഒരു മോഡ്യൂൾ എന്ന് പറയുന്നത് 9ാം ക്ലാസ് ഫിസിക്സിൻ്റെ ആദ്യത്തെ ചാപ്റ്ററിലുള്ള കാര്യങ്ങൾ അതേപടി എടുത്തു വെച്ചതാണ് ഒരു മോഡ്യൂൾ എന്ന് പറയുന്നത്. 9ാം ക്ലാസ്സിലെ 1ാമത്തെ പാഠമായിട്ടുള്ള ദ്രവബലങ്ങൾ എന്ന് പറയുന്ന ഒരു ചാപ്റ്റർ ഉണ്ട്. അതിനകത്താണ് ഈ കേശികത്വം, വിസ്കോസിറ്റി, നമ്മുടെ ആർക്കിമിഡീസ് തത്വം, പാസ്കൽ നിയമം, ഇതെല്ലാം തന്നെ ആ ഒറ്റ ചാപ്റ്ററാണ്. അത് ഒറ്റ മോഡ്യൂളായി കഴിഞ്ഞു. അത് പഠിച്ചു കഴിയുമ്പോഴത്തേക്കും നമുക്ക് അതിനകത്തുനിന്ന് കിട്ടുന്ന മാക്സിമം ക്വസ്റ്റ്യൻസ് ആ ഒറ്റ ചാപ്റ്ററിൽ നിന്ന് തന്നെ നമുക്ക് കിട്ടുന്നുണ്ട്. അതേപോലെ പിന്നെ കുറച്ച് കാര്യങ്ങളൊക്കെ നമ്മുടെ സിലബസിൽ ഇല്ലാത്ത കുറച്ച് കാര്യങ്ങൾ PSC പരീക്ഷയ്ക്ക് ചോദിക്കുന്നുണ്ട്. അത് എവിടുന്ന് വന്നു എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നമ്മുടെ 5 തൊട്ട് 10 വരെ തന്നെയുള്ള പാഠപുസ്തകത്തിൽ അതിനകത്ത് ഈ ബോക്സിനകത്ത് അല്ലെങ്കിൽ ഈ ഹൈലൈറ്റ് ചെയ്ത് കുറച്ച് സാധനങ്ങളൊക്കെ കൊടുത്തിരിക്കില്ലേ, ബോക്സിനകത്ത് നിങ്ങളിത് ശ്രദ്ധിക്കൂ എന്നൊക്കെ പറഞ്ഞിട്ട് കൊടുത്തിരിക്കില്ലേ, അതിനകത്തു നിന്നുള്ള ക്വസ്റ്റ്യൻസ് നമ്മുടെ ക്വസ്റ്റ്യൻ പേപ്പറിനകത്ത് വരുന്നുണ്ട്. അപ്പോൾ ബേസ് എന്ന് പറയുന്ന 100% 5 തൊട്ട് 10 വരെയുള്ള പാഠപുസ്തകം തന്നെയാണ്. അത് സിലബസിനകത്ത് ഇല്ലാത്ത പാഠങ്ങൾ ഞാൻ പഠിക്കില്ല എന്നൊരു വാശിയുടെ ആവശ്യമൊന്നുമില്ല. നമുക്ക് 5 തൊട്ട് 10 വരെയുള്ള കാര്യങ്ങൾ ബേസിക് ആയിട്ട് ഇപ്പോൾ സയൻസ് വിഷയങ്ങൾ എന്ന് പറയുമ്പോൾ കൃത്യമായിട്ടൊരു ബേസ് ഇല്ല എന്നുണ്ടെങ്കിൽ നമുക്ക് വലിയ കാര്യങ്ങൾ വരുമ്പോൾ പഠിച്ചെടുക്കാൻ പറ്റില്ല. അപ്പോൾ കൃത്യമായിട്ടൊരു ബേസ് ഉണ്ടാക്കുക എന്നുള്ളതാണ് ആദ്യത്തെ വിഷയം. ആ കൃത്യമായിട്ടുള്ള ബേസ് എവിടെ നിന്ന് കിട്ടും? അതൊരു 5ാം ക്ലാസ്, 6ാം ക്ലാസ്, 7ാം ക്ലാസ് കൃത്യമായി നമ്മൾ പഠിച്ച് വരുമ്പോഴത്തേക്കും ആ ബേസ് സെറ്റാണ്. ആ ബേസിൽ നിന്നുകൊണ്ട് 8, 9, 10 ക്ലാസ്സുകളിലെ കാര്യങ്ങൾ നമുക്ക് ഈസി ആയിട്ട് പഠിച്ചെടുക്കാൻ പറ്റും. അപ്പോൾ ഈ 5 മുതൽ 10 വരെയുള്ള സയൻസിലെ SCRT നമ്മൾ സിലബസ് നോക്കണ്ട, കംപ്ലീറ്റ് പഠിക്കണം. സയൻസിനെ സംബന്ധിച്ചിടത്തോളം കംപ്ലീറ്റ് കാര്യങ്ങളും പഠിക്കണം. അപ്പോൾ ഇനി അവരുടെ അടുത്ത സംശയം എന്ന് പറയുന്നത് ഞങ്ങൾ NCERT നോക്കേണ്ടതുണ്ടോ എന്നാണ്. NCERT എന്ന് പറഞ്ഞാൽ നമ്മുടെ +1, +2ന്റെ പുസ്തകങ്ങൾ. അതായത് ഇപ്പോൾ ഒരു എക്സാമ്പിൾ പറഞ്ഞു കഴിഞ്ഞാൽ യൂണിറ്റ്സ് ആൻഡ് മെഷർമെന്റ്സ് അല്ലെങ്കിൽ അളവുകളും യൂണിറ്റുകളും എന്ന് പറയുന്ന ഒരു ഭാഗം നമുക്ക് പഠിക്കാനുണ്ട്. ഫസ്റ്റ് മോഡ്യൂളിൽ തന്നെ പഠിക്കാനുണ്ട്.
അപ്പം ഇത് നമുക്ക് 8ാം ക്ലാസ്സിലാണ് വളരെ വിശദമായിട്ട് ഇതിനെ പറ്റിയുള്ള കാര്യങ്ങൾ 8ാം ക്ലാസ്സിൽ പഠിക്കാനുണ്ട്. പുറമെ കുറച്ച് കാര്യങ്ങൾ നമ്മുടെ +1 ആ ഒരു ചാപ്റ്ററിനകത്ത് വരുന്ന ഡയമെൻഷനകത്ത് നിന്ന് ഒരു 2 ക്വസ്റ്റ്യൻസ് വന്നിട്ടുണ്ട്. അപ്പോൾ ഒരുപാട് നമ്മുടെ ഈ +1ഉം +2 ഒന്നും അരച്ച് കലക്കി കുടിക്കേണ്ട ആവശ്യമൊന്നുമില്ല. അതൊന്നും നമ്മൾ ഭയങ്കര പാടുള്ള കാര്യങ്ങളൊന്നും പഠിക്കേണ്ട ആവശ്യമേ ഇല്ല. നമ്മുടെ ആ ഒരു സിലബസിൽ പറയുന്ന കാര്യങ്ങൾ എക്സ്ട്രാ നമുക്കൊരു സ്റ്റെപ്പ് എത്രത്തോളം ആ ഒരു NCERT നിന്ന് എടുക്കാൻ പറ്റും. കുറച്ച് കാര്യങ്ങൾ ഒരു അധിക വായന എന്നുള്ളൊരു രീതിക്ക് എന്ത് ചെയ്യാം, നമുക്ക് +1 +2ന്റെ പുസ്തകങ്ങൾ നമ്മൾ കണ്ടാൽ മതി. അല്ലാതെ അയ്യോ എനിക്കിത് അറിയത്തില്ലേ, എനിക്ക് സയൻസ് ബാക്ക്ഗ്രൗണ്ട് ഇല്ലേ, ഞാൻ ഇനി എങ്ങനെ +1 +2 പഠിക്കും, അങ്ങനത്തെ ഒരു ചിന്തയിൽ നമ്മൾ പരീക്ഷ അപ്രോച്ച് ചെയ്യേണ്ട ആവശ്യമേ ഇല്ല. അപ്പൊ ഈ 5 മുതൽ 10 വരെ ഉള്ളത് നമ്മളൊരു കോറായിട്ട് കണക്കാക്കുക. നമുക്കൊരു അഡീഷണൽ റീഡിങ്ങിന് വേണ്ടി നമ്മൾ എന്ത് ചെയ്യുക, +1 +2ന്റെ പുസ്തകങ്ങൾ ആവശ്യമുള്ള വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള കുറച്ച് പോയിന്റ്സ് നമ്മൾ ഇങ്ങനെ പഠിച്ചാൽ മതി. എല്ലാം കൂടെ വാരി വലിച്ചിട്ട് പഠിക്കേണ്ട ആവശ്യമേ ഇല്ല സയൻസിനെ സംബന്ധിച്ചിടത്തോളം. അപ്പൊ അഡീഷണൽ റീഡിങ്ങിന് വേണ്ടിയിട്ട് +1 +2 വായിക്കണം എന്നുള്ളത് നിങ്ങൾക്ക് തെളിവായിട്ട് അറിയാനും ഒപ്പം ഈ പറയുന്ന SCERT മാത്രം പോരാ എന്നറിയാനും 2021 മുതലുള്ള ക്വസ്റ്റ്യൻ പേപ്പേഴ്സ് മാത്രം നോക്കിയാൽ മതി. അതിൽ നിന്ന് ആൾറെഡി എന്ത് ചെയ്തിട്ടുണ്ട്, ഈ പറയുന്ന ചോദ്യങ്ങൾ ചോദിച്ചിട്ടുണ്ട്. പിന്നെ നമുക്ക് ഈ പറഞ്ഞ പോലെ ബയോളജിയുടെ കേസ് വരുന്ന സമയത്ത് ഇപ്പൊ APTT ഒരു ടെസ്റ്റ് ചോദിച്ചു. ഈ നിലയ്ക്കാത്ത രക്തസ്രാവം ഉണ്ടാവുന്ന സമയത്ത് അതിന്റെ കാരണം കണ്ടെത്താനുള്ള ടെസ്റ്റ്. അപ്പം മിക്കവാറും പേര് എവിടെ നിന്ന് വന്നത്, എങ്ങനെയാ കിട്ടിയത്, എന്ത് ക്വസ്റ്റ്യൻ ആണെന്നൊക്കെ ചോദിച്ചു. അത് നമ്മുടെ SCERT കൃത്യമായിട്ട് ഒരു ബോക്സിൽ സൈഡിൽ ഒതുങ്ങിയ സാധനമാണ്. കൃത്യമായിട്ട് അത് നമ്മുടെ പരീക്ഷയ്ക്ക് വന്നു. വളരെ നമുക്കത് കാണുമ്പോൾ തന്നെ മനസ്സിലാവും ആ ഒരു ബോക്സിനകത്ത് കിടന്ന സാധനം ആരെങ്കിലും വായിച്ചിട്ടുണ്ടോ അവർക്കൊക്കെ അത് എഴുതാൻ പറ്റിയിട്ടുണ്ട്. ഇപ്പൊ പല കുട്ടികളും പറയുന്ന ഒരു കാര്യം എന്ന് പറയുന്നത് ഈ ചില പരീക്ഷണങ്ങളുമായി ബന്ധപ്പെട്ട് വരുന്നത്, അതേപോലെ തന്നെ 7ാം ക്ലാസ്സിലെ ഒരു ടെക്സ്റ്റ് ബുക്കിൽ നിന്നുള്ള ഒരു ചിത്രം അതേപടി PSC കോപ്പി പേസ്റ്റ് ചെയ്തിട്ടുണ്ട്. പല കുട്ടികളും പറഞ്ഞ ഞാൻ ഈ ചിത്രം കണ്ടിട്ടില്ലല്ലോ, എന്റെ SCERT ഇങ്ങനത്തെ ഒരു ചിത്രം ഇല്ലല്ലോ എന്നുള്ളൊരു ലെവലിൽ നമ്മൾ SCERT ഈ പല പബ്ലിക്കേഷന്റെയും ബുക്ക് നമ്മൾ വായിക്കുന്നതിന് പകരം ആ നമ്മുടെ പുസ്തകം തന്നെയാണ് നമ്മൾ റെഫറൻസ് ആയിട്ട് യൂസ് ചെയ്യാനുള്ളത്. ഇപ്പൊ SCERT എല്ലാം 5 മുതൽ 10 വരെയുള്ള കാര്യങ്ങൾ ഇന്ന ബുക്കിലുണ്ട് എന്ന് പറഞ്ഞ് ആ ബുക്കിനെ ഡിപ്പെൻഡ് ചെയ്യുന്നതിന് പകരം നമ്മുടെ കോർ ടെക്സ്റ്റ് ബുക്കാണ് നമ്മൾ പഠിക്കാനുള്ളത്. വേറൊരാൾ അതിനെ പബ്ലിഷ് ചെയ്യുന്ന സമയത്ത് പല പോയിന്റ്സും സ്കിപ്പായി പോകാനുള്ള സാധ്യതയുണ്ട്. അതേപോലെ ഈ അധിക വായനയ്ക്ക് എന്ന് പറഞ്ഞു കൊടുത്തിരിക്കുന്ന സാധനങ്ങൾ, ഈ ലെറ്റസ് ആസസ് ഉണ്ടല്ലോ സർ, നമ്മുടെ പാഠത്തിന്റെ അവസാനം നമുക്ക് പരിശീലന ചോദ്യങ്ങൾ ഉണ്ടാവുമല്ലോ, ഈ സാധനങ്ങളൊന്നും നമുക്ക് ആ പബ്ലിക്കേഷന്റെ ബുക്കിൽ കാണാൻ പറ്റില്ല, പക്ഷെ നമ്മുടെ പുസ്തകത്തിനകത്തുണ്ട്. ഇപ്പൊ കഴിഞ്ഞ പ്രിലിംസിന്റെ ക്വസ്റ്റ്യൻ പേപ്പറിൽ തന്നെ ഈ പറയുന്ന 1-2 ചോദ്യങ്ങൾ ഈ പാഠഭാഗത്തിന്റെ ബാക്കിലുള്ള തുടർ പ്രവർത്തനങ്ങൾ എന്ന് പറയുന്ന ഈ ഗതികോർജം എത്ര മടങ്ങ് വർദ്ധിക്കും, അതൊക്കെ ഒട്ടും നമുക്ക് ടെൻഷൻ ഇല്ലാതെ അപ്രോച്ച് ചെയ്യാൻ പറ്റുന്ന ക്വസ്റ്റ്യൻസ് ആണ്. നമ്മൾ ആ ഒരു ക്വസ്റ്റ്യൻ കാണുമ്പോൾ ഇതൊക്കെ എന്തോ സംഭവമാണെന്ന് വിചാരിക്കുന്നതാണ് അവിടുത്തെ ഏറ്റവും വലിയ പ്രശ്നം. വളരെ സിമ്പിൾ ആയിട്ട് ഒരു അതിന്റെ ആ ഒരു ട്രാക്കിലേക്ക് നമ്മൾ വന്നു കഴിഞ്ഞാൽ ഈസി ആയിട്ട് എങ്ങനെ മാറ്റിയും തിരിച്ചും ചോദിച്ചാലും നമുക്ക് ചെയ്യാൻ പറ്റും എന്നുള്ളതാണ്. സയൻസ് സബ്ജക്റ്റുകൾ നമ്മൾ അതിനൊരു അടിത്തറ ഉണ്ടാക്കി ഒരു ബേസ് ഉണ്ടാക്കി നമ്മൾ പഠിച്ചു കഴിഞ്ഞാൽ ഒട്ടും ടെൻഷന്റെ ആവശ്യമേ ഇല്ല. നമ്മളതിനെ ഇഷ്ടപ്പെട്ട് പഠിച്ചാൽ മാത്രം മതി. അത് ഇഷ്ടപ്പെട്ട് പഠിച്ചു കഴിഞ്ഞാൽ അതിന്റെ കൂടെ നമ്മുടെ വരുന്ന ഒരു സബ്ജക്റ്റാണ് ഈ സയൻസ് എല്ലാ വിഷയങ്ങളും 3. അപ്പോൾ ഫിസിക്സും ബയോളജിയും 5ാം ക്ലാസ് മുതൽ 10ാം ക്ലാസ് വരെയുള്ള ടെക്സ്റ്റ് ബുക്കുകൾ നന്നായിട്ട് തന്നെ നോട്ട് തയ്യാറാക്കിക്കൊണ്ട് ബേസും കോറും ഉറപ്പിക്കുക. അഡീഷണൽ ആയിട്ടുള്ള വായനയ്ക്ക് വേണ്ടിയിട്ട് +1 +2 പുസ്തകങ്ങൾ കൂടെ യൂസ് ചെയ്യാൻ പറ്റും. പിന്നെ SCERT മാത്രം ഒതുങ്ങരുത്. 2021 മുതൽ പ്രിലിംസ് ആയിട്ട് ചോദിച്ചതും മെയിൻസിന് ചോദിച്ചതുമായിട്ടുള്ള ചോദ്യങ്ങൾ പരിശോധിച്ചാൽ പുറത്തുനിന്ന് എത്രത്തോളം ഡീപ്പായിട്ട് ചോദിക്കുന്നു. അപ്പോൾ എനിക്ക് തോന്നുന്നു നമ്മൾ ബയോളജിയിൽ ഒരു കുക്കിന്റെ ക്വസ്റ്റ്യൻ പേപ്പറിലാണ് വൈറസ് എന്നുള്ള ബോക്സ് 4 പ്രസ്താവനയായിട്ട് കൊടുത്തിട്ടുണ്ടായിരുന്നു. സോ ഈ പറയുന്ന ചിത്രങ്ങളാണെങ്കിലും പരീക്ഷണങ്ങളാണെങ്കിലും എല്ലാം പ്രസ്താവന ചോദ്യങ്ങളായിട്ട് നിങ്ങളുടെ മുന്നിൽ വന്നേക്കാം എന്നുള്ള രീതിയിൽ തന്നെ പഠനം മുന്നോട്ട് കൊണ്ടുപോകണം എന്നുള്ളതാണ് മിസ് ഇത്രയും പറഞ്ഞ കാര്യങ്ങൾ എന്ന് പറയുന്നത്. ഇനി ഇവർക്ക് വേറെ എന്തെങ്കിലും സയൻസ് പഠനവുമായി ബന്ധപ്പെട്ട അഡീഷണൽ എന്തെങ്കിലും ഫിസിക്സ് ബയോളജി പഠിക്കാൻ വേറെ എന്തെങ്കിലും? അതായത് സാർ ഇപ്പൊ നമുക്ക് ഈ പ്രസ്താവന ചോദ്യങ്ങൾ കാണുമ്പോൾ ഈ പിള്ളേർക്ക് ഒരു ഭയം ഉണ്ടാവുന്നുണ്ട്, ഇത്രയും ഇത് എങ്ങനെ വായിച്ചെടുക്കും. യഥാർത്ഥത്തിൽ അതിന് 4 ക്വസ്റ്റ്യൻ ആയിട്ട് നമ്മൾ സങ്കല്പിച്ചാൽ മതി. സിമ്പിൾ ആയിട്ടുള്ള 4 ക്വസ്റ്റ്യൻസ്. ഇപ്പോൾ ഒരു പദാർത്ഥത്തിലെ തന്മാത്രകളുടെ ശരാശരി ഗതികോർജ്ജത്തിന്റെ അളവാണ് താപനില, ആകെ ഗതികോർജ്ജത്തിന്റെ അളവാണ് താപം. ഇത് 2 ക്വസ്റ്റ്യൻസ് ആയിരുന്നു. നേരത്തെ ഈ പ്രിലിംസ് മെയിൻസ് ഇത് വരുന്നതിന് മുന്നേ ഇത് 2 ചോദ്യങ്ങളായിരുന്നു. ഇപ്പൊ ഈ 2 പോയിന്റ്സും കൂടെ ഒറ്റ ചോദ്യമാക്കിയിട്ട് അത് എന്താ അതൊരു പ്രസ്താവന മോഡലിലേക്ക് വന്നു. നേരത്തെ ആണെങ്കിൽ നമുക്ക് ഒരു ഫാക്ട് അറിഞ്ഞു കഴിഞ്ഞാൽ 1 മാർക്ക്, ഇപ്പൊ 4 ഫാക്ട് അറിഞ്ഞാലേ 1 മാർക്ക് കിട്ടുള്ളൂ. അപ്പൊ അതിന് നമ്മൾ സിമ്പിൾ ആയിട്ടുള്ള 4 ക്വസ്റ്റ്യൻസ് ആയിട്ട് കണ്ടാൽ മതിയില്ല. പ്രത്യേകിച്ച് നമ്മളൊരു രീതിയിൽ പഠിച്ച് എന്ത് ചെയ്യേണ്ട, പ്രസ്താവന ചോദ്യത്തിന് വേണ്ടി മാത്രം നമ്മളൊരു രീതി ഒന്നും കണ്ടുപിടിക്കേണ്ട ആവശ്യമില്ല. നമ്മൾ 4 ഫാക്ട് പഠിക്കുന്നു, അതെല്ലാം കൂടെ ഒറ്റ ക്വസ്റ്റ്യനിൽ നമ്മൾ അപ്ലൈ ചെയ്യുന്നു, അത്രേ അവിടെ വരുന്നുള്ളൂ. SCERT-ലാണെങ്കിലും ഈ പറയുന്ന സയൻസ് ഭാഗത്താണെങ്കിലും ചില കാര്യങ്ങൾ അതിൽ ചെറിയൊരു ചേഞ്ച് അവർ വരുത്തുന്നുള്ളൂ. ഇപ്പൊ DNA എന്നുള്ളത് RNA എന്നാക്കുന്നു, അങ്ങനത്തെ എന്ത് ചെയ്യുന്നുണ്ട് ഇതിൽ കണ്ടിട്ടുണ്ട്. അപ്പൊ ആ ലെവലിലേക്കുള്ള ഒരു വായന മാത്രമേ ഇതിന്റെ ഒരാവശ്യമുള്ളൂ. സോ
ഫിസിക്സും ബയോളജിയും മിസ് നന്നായിട്ട് തന്നെ എന്ത് ചെയ്തു, എങ്ങനെയൊക്കെയാണ് പഠിക്കേണ്ടത്, എന്തൊക്കെ കാര്യങ്ങളാണ് ഉൾപ്പെടുത്തേണ്ടത് എന്നുള്ളത് അവിടെ പറഞ്ഞു. ഇനി സിലബസ് അനുസരിച്ച് അതിൽ തന്നിരിക്കുന്ന ഓരോ ഭാഗങ്ങളെക്കുറിച്ചും കൃത്യമായൊരു നോട്ട് ഉണ്ടാക്കിയിട്ട് പരമാവധി റിവിഷൻ ചെയ്തിട്ട് എന്ത് ചെയ്യുക, ഫിസിക്സും ബയോളജിയും ഒരുങ്ങുക. ഇനി നമുക്ക് നോക്കാനുള്ളതെന്ന് പറയുന്നത് കെമിസ്ട്രിയെ കുറിച്ചിട്ടാണ്. ജംഷീന മിസ്സിനോട് നമുക്ക് കെമിസ്ട്രിയുമായി ബന്ധപ്പെട്ട് കെമിസ്ട്രിക്ക് എങ്ങനെയാണ് കുട്ടികൾ ഒരുങ്ങണ്ടേ എന്നുള്ളൊരു ലെവലിൽ കുട്ടികൾക്കുള്ള കുറച്ച് കാര്യങ്ങൾ. ഈ കെമിസ്ട്രിക്ക് പ്രിപ്പയർ ചെയ്യുമ്പോഴും എനിക്ക് പറയാനുള്ളത് വിദ്യാമിസ് പറഞ്ഞ പോലെ തന്നെ അതിനോടുള്ള ഒരു ആറ്റിറ്റ്യൂഡ് മാറ്റുക എന്നുള്ളതാണ്. ഇപ്പോൾ സയൻസിൽ തന്നെ കെമിസ്ട്രി എന്ന് പറയുമ്പോൾ ആളുകൾക്ക് ഒരു മടുപ്പ്, ഒരു ഇഷ്ടക്കുറവ്, പേടിയൊക്കെയാണ്. ശരിക്കും പറഞ്ഞാൽ അതിൻ്റെ ആവശ്യമില്ല. അപ്പം ഏറ്റവും ആദ്യം വേണ്ടത് 5, 6, 7 മുതൽ 10 വരെയുള്ള ടെക്സ്റ്റ് ബുക്ക് നോക്കുക തന്നെയാണ്. അതെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ ആ ഒരു സ്റ്റുഡൻറ്റ് ഒരു 5, 6 കുട്ടി പഠിക്കുന്ന പോലെ ഇപ്പോൾ അതിൽ ചില ബോക്സുകൾ ഉണ്ടായിരിക്കും, ഒഴിച്ചിട്ടിട്ടുണ്ടായിരിക്കും. അപ്പോൾ അതൊക്കെ ഫില്ല് ചെയ്ത് അതിൽ തുടർ പ്രവർത്തനങ്ങൾ ചെയ്ത് ഏതൊക്കെ ഭാഗങ്ങളാണ് ഇനി നിങ്ങൾ കണ്ടെത്തി പൂരിപ്പിക്കുക എന്നുള്ളത് നമ്മൾ കണ്ടെത്തി പൂരിപ്പിച്ച് അങ്ങനെ ഒരു കുട്ടി പഠിക്കുന്നത് പോലെ താഴ്ന്ന ലെവലിൽ മുതലുള്ളത് പഠിച്ചു കഴിഞ്ഞാൽ നമ്മുടെ ഈ അടിത്തറ ഒന്ന് റെഡി ആയി കഴിഞ്ഞാൽ നമുക്ക് ഈസി ആയിട്ട് പഠിക്കാവുന്നതേ ഉള്ളൂ കെമിസ്ട്രിയും. പിന്നെ ഈ കെമിസ്ട്രീൻ്റെ ഇപ്പോൾ സിലബസ് കണ്ടു കഴിഞ്ഞാൽ നമുക്ക് തോന്നും ഓക്കെ വളരെ ചെറുതൊരു 3 മൊഡ്യൂളാണ് കാണാൻ. സിലബസ് നോക്കിക്കഴിഞ്ഞാൽ വലിയൊരു ആശ്വാസമാണ്, ഇത്രയേ ഉള്ളൂ എന്ന് ചോദിച്ചാൽ. എന്നാൽ ഈ സിലബസിനുള്ളിൽ ഒന്ന് ആറ്റത്തിൻ്റെ ഘടന എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കുറച്ച് വലിയൊരു ഏരിയ. ഇനി മൂലകങ്ങൾ, അവയുടെ വർഗീകരണം. ശരിക്കും മൂലകങ്ങൾ എന്ന് പറഞ്ഞാൽ 118 മൂലകങ്ങളാണ്. നമ്മൾ കുട്ടികൾ എപ്പോഴും പറയുന്നേക്കാം ഈ അറ്റോമിക നമ്പറും മാസ് നമ്പറും തന്നിട്ടുള്ള ഈ ചോദ്യം ഉണ്ടല്ലോ, ആ ചോദ്യം കാണുമ്പോൾ തന്നെ കുറേ പേര് എന്ത് ചെയ്യും, കുറേ പേര് സ്കിപ്പ് ചെയ്യും. അതിൻ്റെ ഒരാവശ്യമില്ല. ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഏറ്റവും താഴ്ന്ന ക്ലാസ്സിൽ തന്നെ ഇപ്പോൾ 9ാം ക്ലാസ്സിൽ നമുക്കത് വിശദമായിട്ട് പറഞ്ഞു തരുന്നുണ്ട്. ഇപ്പം എനിക്ക് തോന്നുന്നു കഴിഞ്ഞ യൂണിവേഴ്സിറ്റി LGSന് താഴെ കൊടുത്തിരിക്കുന്നതിൽ ഐസോട്ടോപ്പ് ഏതാണ്, അങ്ങനെ എന്തോ ഒരു ഐസോട്ടോപ്പ് ഐസോബാറൊക്കെ എന്ന് പറഞ്ഞാൽ ഒരു 15 മിനിറ്റ് അതിൽ ശ്രദ്ധിച്ചൊന്നിരുന്ന് പഠിച്ചു കഴിഞ്ഞാൽ അത് മനസ്സിലാക്കാവുന്ന കാര്യമേ ഉള്ളൂ. എന്താണ് ഐസോട്ടോപ്പ്, എന്താണ് ഐസോബാർ, ഈ കോൺസെപ്റ്റ് കിട്ടിക്കഴിഞ്ഞാൽ മതി. പിന്നെ ഓരോ കോഡുകളൊക്കെ ഉപയോഗിച്ചിട്ടും പഠിച്ചെടുക്കാറുണ്ട്. പിന്നെ നിത്യജീവിതത്തിൽ ഉപയോഗിക്കുന്ന ഐസോട്ടോപ്പുകൾ, അങ്ങനെയുള്ള കാര്യങ്ങളാണ്. അപ്പോൾ ഞാൻ പറഞ്ഞുകൊണ്ടെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇപ്പോൾ ഈ സിലബസ് നോക്കിക്കഴിഞ്ഞാൽ നമുക്ക് വളരെ സിമ്പിളായിട്ട് തോന്നുമെങ്കിലും അതിലിപ്പോൾ മൂലകങ്ങളുടെ വർഗീകരണം അങ്ങനെയുള്ളതൊക്കെ കുറച്ചധികം പഠിക്കാനുണ്ട്. ഇപ്പോൾ നേരത്തെ പറഞ്ഞതുപോലെ തന്നെ ഇപ്പോൾ അതിലുള്ള പാഠം, ഇപ്പോൾ ആറ്റത്തിൻ്റെ ഘടന എന്ന് പറയുന്ന ഒരു ഏരിയ നമ്മൾ ടെക്സ്റ്റ് ബുക്ക് എടുത്ത് നോക്കുകയാണെങ്കിൽ 9ാം ക്ലാസ്സിലൊരു പാഠമുണ്ട്, 10ാം ക്ലാസ്സിലൊരു പാഠമുണ്ട്, +1 ഒരു ആറ്റത്തിൻ്റെ ഘടന എന്ന് പറഞ്ഞ ചാപ്റ്റർ. ഈ ചാപ്റ്റർ ഒക്കെ എന്ന് പറയുന്നത് ഇതിലുള്ളതിൻ്റെ തന്നെ എക്സ്റ്റൻഷൻ ആണോ തൊട്ട് മുകളിൽ വരുന്നത്? അതെ, അതിൻ്റെ എക്സ്റ്റൻഷൻ ആയിട്ടാണ് വരുന്നത്. അപ്പം നമ്മൾ അത് മാത്രം നോക്കിയാൽ മതി എന്ന് പറഞ്ഞിരുന്നിട്ട് കാര്യമില്ല. അപ്പോൾ താഴ്ന്ന ലെവൽ മുതലേ നമുക്കറിയാം 5ാം ക്ലാസ് എന്നൊക്കെയാണ് ചോദ്യങ്ങൾ വരുന്നത് ചിലതൊക്കെ. അപ്പോൾ നമ്മൾ വിചാരിക്കും ഇത് എവിടെ നിന്നാണ് ഈ ചോദ്യം വന്നത് എന്നൊക്കെ. അപ്പോൾ സാന്ദ്രീകരണം അല്ലേ, അയിരുകളുടെ സാന്ദ്രീകരണം ഒക്കെ. അപ്പോൾ അങ്ങനെയുള്ള ചോദ്യങ്ങൾ ഒരു ക്വസ്റ്റ്യൻ ഞാൻ കണ്ടിട്ടുണ്ടായിരുന്നു. അതായത് ഈ കുട്ടികൾക്ക് നമ്മൾ ടെക്സ്റ്റ് ബുക്കിൽ കൊടുത്തിട്ടുണ്ടാവും മുകളിലത്തത് വായിച്ച് പട്ടികപ്പെടുത്തുക. താഴെ കാണുന്ന അയിരുകൾ സാന്ദ്രീകരണത്തിന് ഉപയോഗിക്കുന്ന രീതി ഏത്, എന്നിട്ട് ആ രീതി നമ്മൾ കണ്ടെത്തി പൂരിപ്പിക്കുകയാണ് വേണ്ടത്. പക്ഷെ ഇത് മിക്കവാറും എന്ത് ചെയ്യും, നമ്മളെ കുട്ടികൾ ഇത് വായിക്കുമ്പോൾ അവിടെ പട്ടിക ഒഴിഞ്ഞു നടക്കുകയാണ്. ഒരു പ്രത്യേകിച്ച് പട്ടികപ്പെടുത്താനും നിൽക്കൂല, പൂരിപ്പിക്കാനും നിൽക്കൂല. അപ്പൊ ഇത് എവിടുന്ന അവർക്ക് ഇത് കറക്റ്റ് കിട്ടും? അത് നമ്മൾ ടീച്ചേഴ്സ് ടെക്സ്റ്റ് ബുക്ക് നോക്കി കഴിഞ്ഞാൽ മതി, അതിലെല്ലാത്തിൻ്റെയും വിവരം ഉണ്ടാവും. നമ്മൾ കണ്ടെത്തി പഠിക്കുകയാണല്ലോ. അപ്പോൾ ആ കണ്ടെത്തി പഠിക്കുന്ന മെത്തേഡ് അതുപോലെ തന്നെ എന്താ പറയുക, നമ്മൾ സ്വീകരിച്ച് അങ്ങനെ തന്നെ പഠിക്കുക. ഒരു സ്റ്റുഡൻറ്റ്, ഒരു ചെറിയ ക്ലാസ്സിലെ കുട്ടി എങ്ങനെ പഠിക്കുന്നു ആ രീതിയിൽ തന്നെ അത് പഠിച്ചു കഴിഞ്ഞാൽ നമുക്ക് സിമ്പിളായിട്ട് അത് തീർക്കാവുന്നതേ ഉള്ളൂ. ഈ പറയുന്ന പട്ടികപ്പെടുത്താനുള്ളതും തുടർ പ്രവർത്തനങ്ങളും ഈ ടെക്സ്റ്റ് ബുക്കിൽ കൊടുത്തിരിക്കുന്ന പരീക്ഷണങ്ങളും ചിത്രങ്ങളും അടക്കം എല്ലാം നോക്കണം. അപ്പോൾ ആസിഡുകൾ, ആൽക്കലികൾ, നമുക്ക് കെമിസ്ട്രി പഠിക്കാൻ +1 +2 ഈ സിലബസിലുള്ള ഏതെങ്കിലും ചാപ്റ്ററുകൾ. ആറ്റത്തിന്റെ ഘടന എന്ന് പറയുന്നത് +1 ചാപ്റ്ററിൽ നിന്നും ചിലപ്പോൾ 1-2 ചോദ്യങ്ങളൊക്കെ ചോദിക്കാറുണ്ട്. ഇപ്പോൾ ഇലക്ട്രോൺ, പ്രോട്ടോൺ, ഇവയുടെ മാസുകളൊക്കെ, ഇവയുടെ ഭാരം. ഇപ്പോൾ LD തന്നെ ചോദിച്ചിട്ടുള്ള ക്വസ്റ്റ്യനാണ്, അതിന് മുമ്പ് പ്രീവിയസ് ക്വസ്റ്റ്യനാണ്. അപ്പോൾ അവയുടെ ഭാരമൊക്കെ പഠിക്കുക, അതൊക്കെ +1 ഏരിയയിൽ നിന്ന് വരുന്നതാണ്. അതുപോലെ തന്നെ S ബ്ലോക്ക്, P ബ്ലോക്ക് മൂലകങ്ങൾ, അതൊക്കെ സെപ്പറേറ്റ് ആയിട്ട് നമുക്ക് 10ാം ക്ലാസ്സിലുണ്ട്. എന്നാൽ അതിന് പുറമെ നമ്മൾ +1 ചാപ്റ്ററിലൊക്കെയാണ് അത് കാണുന്നത്. അതെ, ആ ഏരിയ നമ്മൾ ഒരു ടെക്സ്റ്റ് ബുക്ക് മാത്രം നോക്കിയിരുന്നിട്ട് കാര്യമില്ല. അപ്പം അതിന് പുറമെ നമ്മൾ ഡെയിലി ലൈഫിലുള്ള കെമിസ്ട്രി നമ്മൾ തേടി പിടിച്ച് പഠിക്കുക തന്നെയാണ് വേണ്ടത്. എന്നിരുന്നാലും ഞാൻ പിന്നെയും പറയുകയാണ്, ഏറ്റവും ആദ്യം നമ്മൾ ശ്രദ്ധിക്കേണ്ടത് നമ്മൾ അടിത്തറ ഒന്ന് തയ്യാറാക്കുക എന്നുള്ളതാണ്. അപ്പോൾ 5 മുതൽ 10 വരെയുള്ള ടെക്സ്റ്റ് ബുക്കുകളൊന്ന് നമ്മൾ ഒരു കുട്ടി പഠിക്കുന്ന പോലെ നോട്ട് എഴുതി അതിലെ ഭാഗങ്ങളൊക്കെ ഒന്ന് ഫില്ല് ചെയ്ത് മര്യാദയ്ക്ക് തുടർ പ്രവർത്തനങ്ങളൊക്കെ ചെയ്ത് പഠിച്ചെടുത്തു കഴിഞ്ഞാൽ കെമിസ്ട്രി സിമ്പിളായ സബ്ജക്റ്റ് തന്നെയാണ്. നമുക്കത് കംപ്ലീറ്റ് 100% മാർക്കും അതിൽ നിന്ന് കിട്ടാവുന്നതേ ഉള്ളൂ. ഈ 2021 മുതലുള്ള ക്വസ്റ്റ്യൻ പേപ്പേഴ്സ് ഇങ്ങനെ നോക്കിക്കഴിഞ്ഞാൽ കുട്ടികൾക്ക് തന്നെ ഒരു ധാരണ ഉണ്ട്, ഒരു സങ്കരയിനം നോക്കണം,
ഒരു ബലം നോക്കണം, അതുപോലെ തന്നെ ഏതെങ്കിലും ഒരു പ്രോസസ്സിന്റെ ബാക്കിലുള്ള നിയമം ഏതാണ് എന്നുള്ളത് നോക്കണം, അയിരുകൾ നോക്കണം, അളവുകൾ നോക്കണം, സംവഹനം എന്നൊക്കെ പറഞ്ഞിട്ടൊക്കെ പ്രവർത്തനങ്ങളുണ്ടല്ലോ സർ. അപ്പൊ അതിനകത്ത് നമ്മൾ പ്രധാനമായിട്ട് അത് ഫോക്കസ് ചെയ്യാനുള്ളത് നമ്മുടെ നാഷണൽ ഹെൽത്ത് മിഷന്റെ സൈറ്റിനകത്ത് പൊതുജനാരോഗ്യം എന്ന് പറയുന്ന ഒരു പാർട്ട് തന്നെ വരുന്നുണ്ട്. അതെ അതെ. അതേപോലെ തന്നെ നമ്മുടെ സാമൂഹ്യ സുരക്ഷാ മിഷന്റെ സൈറ്റിനകത്ത് നിന്നൊക്കെ ഉള്ള കാര്യങ്ങൾ നമ്മൾ പഠിച്ചു കഴിഞ്ഞാൽ തന്നെ നല്ല രീതിയിൽ നമുക്ക് ആ പദ്ധതിയിൽ നിന്ന് സ്കോർ ചെയ്യാൻ പറ്റും. അതില്ലാത്തൊരു ക്വസ്റ്റ്യൻ പേപ്പർ നമുക്ക് കാണാനേ പറ്റുന്നില്ലല്ലോ. ഉറപ്പായിട്ടും ആ ഒരു ഭാഗത്തുള്ള മാർക്ക് നമ്മൾ സോഷ്യൽ പറഞ്ഞപ്പോഴും പറഞ്ഞു, ഏത് ക്വസ്റ്റ്യൻ പേപ്പർ എടുത്തു കഴിഞ്ഞാലും ഒരു സ്കീം ഫ്രീ എന്ന് പറഞ്ഞ പോലെയാണ്. അതെ. അപ്പൊ ആ ഒരു രീതിയിൽ നമ്മൾ പഠിക്കേണ്ടി വരും. അതെ. അപ്പൊ പൊതുജനാരോഗ്യം നമ്മളിപ്പോ ഈ കോവിഡിന് ശേഷം ഉണ്ടായ ആരോഗ്യസ്ഥിതിയിലുണ്ടായ മാറ്റങ്ങൾ, പിന്നെ ജീവിതശൈലി രോഗങ്ങൾ, അത് വളരെ ഇമ്പോർട്ടന്റ് ആയിട്ട് പഠിക്കാനുള്ള ഒരു ഭാഗമാണ്. അതെനിക്ക് തോന്നുന്നു 10ാം ക്ലാസ്സിൽ വളരെ കുറച്ചേ ഉള്ളൂ. നമ്മൾ കുറച്ചൊരു എക്സ്റ്റൻഡഡ് റീഡിംഗ് കൂടെ ആ ഒരു ഭാഗത്ത് നമുക്ക് ആവശ്യമാണ്. ജീവിതശൈലി രോഗങ്ങൾ വരുമ്പോൾ ഇപ്പോൾ ടൈപ്പ് 1 പ്രമേഹം, ടൈപ്പ് 2 പ്രമേഹം, പിന്നെ നമ്മുടെ ഈ ഒരു HbA1c, ഇപ്പോൾ കഴിഞ്ഞ പരീക്ഷയ്ക്ക് ചോദിച്ചു HbA1c എന്തുമായിട്ട് 3 മാസത്തെ ഗ്ലൂക്കോസ് നില പരിശോധിക്കുക. അത് നമ്മുടെ ടെക്സ്റ്റ് ബുക്കിൽ ഇല്ലാത്ത പോയിന്റുകളാണ്. അപ്പോൾ നമ്മളത് കുറച്ച് ഒന്ന് വായിച്ചൊക്കെ എടുക്കേണ്ടി വരുന്ന ഒരു ഭാഗമാണ്. എനിക്ക് തോന്നുന്നു അത് പുസ്തകത്തിൽ ഉള്ളതിനേക്കാൾ കൂടുതലായിട്ട് ചിലപ്പം വീട്ടിലുള്ള ആരെങ്കിലും ചെയ്തിട്ടുണ്ടാവും. സത്യം. ലിപ്പിഡ് പ്രൊഫൈൽ ടെസ്റ്റ് എന്തിൻ്റെതായിരുന്നു, അതൊക്കെ നമ്മൾ ഒരു അവയർനെസിന്റെ ഭാഗം പോലെ പൊതുജനാരോഗ്യത്തിന്റെ ഭാഗമായിട്ട് എല്ലാവരും അങ്ങനത്തെ കാര്യങ്ങൾ. അപ്പോൾ സയൻസിൽ പൊതുജനാരോഗ്യമാണെങ്കിലും ഇപ്പോൾ ബയോളജിയുടെ ആണെങ്കിലും കെമിസ്ട്രിയുടെ ആണെങ്കിലും ഫിസിക്സിൻ്റെ ആണെങ്കിലും ഒക്കെ നിങ്ങൾ 2021 മുതൽ പ്രിലിംസ് മെയിൻസ് നടപ്പിലാക്കിയ ശേഷമുള്ള എല്ലാ ക്വസ്റ്റ്യൻ പേപ്പറുകളും ഒന്ന് വായിച്ച് എങ്ങനെയൊക്കെയാണ് ചോദ്യങ്ങൾ വരുന്നത്, പ്രസ്താവന ചോദ്യ രീതികൾ എങ്ങനെയൊക്കെയാണ് ട്രാപ്പ് ഒരുക്കുന്നത്, അതിന് ഇനി എന്തൊക്കെയാണ് മാർഗ്ഗങ്ങൾ നമ്മൾ നോക്കേണ്ടത് എന്നുള്ളത് മനസ്സിലാക്കാൻ നിങ്ങൾക്ക് പ്രീവിയസ് ക്വസ്റ്റ്യൻ പേപ്പേഴ്സ് യൂസ് ചെയ്യാം. പ്രീവിയസ് ക്വസ്റ്റ്യൻ പേപ്പർ മാത്രം യൂസ് ചെയ്തുകൊണ്ട് നിങ്ങൾക്ക് ഇവിടെ ഒരിക്കലും സ്കോർ ചെയ്യാൻ പറ്റില്ല. PYQ വേണം, SCRT പഠനം വേണം, അഡീഷണൽ റീഡിങ്ങിന് +2ലേക്ക് കയറണം. പിന്നെ ഈ പറയുന്ന പദ്ധതികൾ, വെബ്സൈറ്റും കാര്യങ്ങളും ഒക്കെ യൂസ് ചെയ്തിട്ട് തന്നെ എന്ത് ചെയ്യണം, പഠിക്കണം. അപ്പോൾ സയൻസ് ഒരു ബാലികേറ മലയല്ല. ബാലികേറ മലയാവാതിരിക്കണമെങ്കിൽ ആദ്യം എന്ത് ചെയ്യണം, ആദ്യം നമ്മൾ അതിലേക്ക് വലിഞ്ഞ് കയറുക തന്നെ വേണം. എങ്കിൽ മാത്രമേ നമുക്ക് ഈ പറയുന്ന SCRT പഠനമാണെങ്കിലും അതിനപ്പുറത്തേക്കൊക്കെ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റുള്ളൂ, ബേസും കോറും ഉറപ്പിച്ച് പഠിക്കാൻ പറ്റുള്ളൂ. അപ്പോൾ എന്താണെങ്കിലും അടുത്ത ഒരു വീഡിയോയിൽ നമുക്ക് ബാക്കി വിഷയങ്ങളുമായിട്ട് കാണാം. താങ്ക് യു.